നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മമ്മിക്ക് മനസ്സിലാവണമെങ്കിലേ ഒരു കാര്യം കൂടി അറിയണം. എന്താ മോളെ? എന്റെ ആകാശിന്റെയും ഫോട്ടോ വെച്ച് ഫ്ലെക്സും പോസ്റ്ററും അടിച്ച് നാട് മുഴുവൻ ഒട്ടിച്ചതും വെച്ചതും ആരാണെന്നാ മമ്മി വിചാരിച്ചത്? അറിയാം മോളെ, ആ ചതിയൻ റാസ്കൽ ആകാശല്ലേ? ആകാശല്ല, അത് ചെയ്തത് ഞാനാ. നീയോ? അതെ, ഞാൻ തന്നെ. മോളെ, നീ എന്തിനാ അങ്ങനെ ചെയ്തത്? അതിന്റെ ദോഷം നിനക്ക് തന്നെയല്ലേ? ഇല്ല മമ്മി, ആ പോസ്റ്ററുകളും ഫ്ലെക്സും കൊണ്ട് എനിക്കൊരു ദോഷം ഉണ്ടായിട്ടില്ല. അകത്ത് കിടക്കുന്നത് ആകാശല്ലേ, അവനാണിത് ചെയ്തതെന്ന് നാട് മുഴുവൻ അറിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്ക് മമ്മി, ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ട് എല്ലാം നമ്മുടെ വഴിക്ക് വന്നില്ലേ? കല്യാണം മുടക്കാൻ നടക്കുന്ന ആകാശനും ചാരുവിനും ഞാൻ വെച്ചൊരു ചെക്ക്. ആകാശനെ പുറത്തിറക്കണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ അനുസരിക്കണമെന്ന് ചാരുവിനോട് ചെറിയൊരു ഭീഷണി. അതിലവള് വീണു. അവളെ കൊണ്ട് ഇനി ഒരു ശല്യവും നമുക്കുണ്ടാവില്ല. ഇപ്പൊ കണ്ടില്ലേ കല്യാണ സാരി എടുക്കാൻ ചാരു വന്നത്. ഇനി ഇവിടുത്തെ ബാത്റൂം കഴുകാൻ പറഞ്ഞാലും അവളത് ചെയ്യും. മോളെ, തകർത്തു. നീ എന്റെ ശ്രേയക്കുട്ടിയല്ലേ? ഇനിയിപ്പോ കല്യാണത്തിന് തടസ്സം നിൽക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ. യെസ് മമ്മി, ഇത് വെറും ട്രെയിലറാ. കല്യാണം കഴിഞ്ഞാണ് മൂവി സ്റ്റാർട്ടാവാൻ പോകുന്നത്. ചാരുവും ആകാശും അവന്റെ അച്ഛനും ശ്വാസം കിട്ടാതെ ഓടുന്നത് മമ്മി ഗാലറിയിലിരുന്ന് കണ്ടു. സ്ട്രൈറ്റ് കൊടുത്ത മോതിരം കാണുന്നില്ലല്ലോ. ഇത് ശ്രേയയുടെ പണി തന്നെയാ.
എന്താ ചാരു അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത്? ചേച്ചി ചേച്ചി എനിക്കൊരു ഹെൽപ്പ് വേണം. എന്താ ചാരു? ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ അക്കുച്ചേട്ടനടുത്ത് ചെയ്തെന്ന്? ഇല്ല ചാരു, ഞാൻ വിശ്വസിക്കുന്നില്ല. ആകാശ് ഇത്രയും തരംതാണ പ്രവൃത്തി ചെയ്യില്ല. ഇതാരോ മനഃപൂർവ്വം അക്കുച്ചേട്ടനെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാ. സൗമ്യേച്ചി വിചാരിച്ച അതാരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാ ചാരു? ഞാൻ എന്ത് ചെയ്യാനാ? അക്കുച്ചേട്ടൻ അറസ്റ്റിലാവുന്നത് 13-ാം തീയതിയാ. ഫ്ലെക്സും പോസ്റ്ററും എല്ലാം വെച്ചിരിക്കുന്നത് തലേദിവസം രാത്രിയിലാ. ചേച്ചി 12-ാം തീയതിയിലെ ഓഫീസിലെ CCTV വിഷ്വൽസ് എനിക്ക് എടുത്തു തരണം. അയ്യോ ചാരു, അത് നടക്കുന്ന കാര്യമല്ല. ആരെങ്കിലും അറിഞ്ഞാൽ എന്റെ ജോലി പോവും. ചേച്ചി പ്ലീസ്. നിരപരാധിയായ അക്കുച്ചേട്ടൻ സ്റ്റേഷനിലെ ലോക്കപ്പില്ല. കോടതിയിൽ ഹാജരാക്കിയ റിമാൻഡ് ചെയ്യും. വേറെ ഒരു വഴി എന്റെ മുന്നിലില്ല. എനിക്ക് ചില സംശയങ്ങൾ തോന്നിയതുകൊണ്ടാ ഞാൻ ചേച്ചിയോട് റിക്വസ്റ്റ് ചെയ്യുന്നത്. പ്ലീസ് ചേച്ചി. ചാരു, ഞാൻ എങ്ങനെ വിഷ്വൽസ് എടുക്കാനാ? ഓഫീസിൽ എല്ലാ സ്റ്റാഫും ഉണ്ട്. വൈകുന്നേരം എല്ലാരും പോയിട്ട് എടുക്കാമെന്ന് വെച്ചാ അത് നടക്കില്ല. മുരുകനാ ഓഫീസ് കൂട്ടി ഏറ്റവും അവസാനം പോകുന്നത്. പ്ലീസ് ചേച്ചി, എങ്ങനെയെങ്കിലും അക്കുച്ചേട്ടൻ നിരപരാധിയെന്ന് തെളിയിക്കണമെന്ന് ചേച്ചിക്കും ആഗ്രഹമില്ലേ? അതുണ്ട്. എന്നാലും പ്ലീസ് ചേച്ചി. ശ്രേയ മാഡം ഇന്ന് ഓഫീസിൽ വന്നിട്ടില്ല. എന്നാ ഞാൻ നോക്കാം. ഉറപ്പില്ല. എന്നെ കൊണ്ട് വിഷ്വൽസ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ വിഷമമൊന്നും തോന്നരുത്. ഞാൻ ശ്രമിക്കാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ചേച്ചി വരുന്നവരെ.